നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇടുക്കിയുടെ കുറച്ച് മഴക്കാല കാഴ്ചകൾ കാണിക്കാമെന്നാണ്. ഇത് നമ്മുടെ അടുത്ത് തന്നെ ഒരു പ്രദേശമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കോമ്പ്യാർ വഴി ഉടുമ്പൻചോലയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കണ്ട ദൃശ്യങ്ങളാണ് ഇതൊക്കെ. മഴക്കാല സമയത്ത് മാത്രമാണ് ഈ തോട്ടിൽ കൂടെ ഇത്രയും വെള്ളം കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ പാലവും കൂടെ ആയപ്പം ദൃശ്യം വളരെ മനോഹരമല്ലേ. നല്ല രസമാണ് അവിടെ നിൽക്കാൻ. ഞങ്ങൾ ചെന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ആ മഴ നനഞ്ഞിട്ടാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ചുമയും ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് കിടപ്പിലായി. പനി പിടിച്ചാലെന്താ, നമുക്ക് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിഞ്ഞല്ലോ, അതാ സന്തോഷം. ഇതിലും ശക്തിയായിട്ട് ഈ തോട്ടിൽ കൂടെ വെള്ളം ഒഴുകാറുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടുക്കിയിലെ മഴക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക രസമാണ്. ആ വെള്ളം കുത്തി ഒലിച്ച് പതഞ്ഞ് വരുന്ന കണ്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് ഒഴുകി വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളത്തിന് ഇത്രയും കളറ്. അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു ഇവിടെ വരാൻ. ഞങ്ങൾ കുറച്ച് നേരം മഴയൊക്കെ നനഞ്ഞ് ആ പാലത്തെ നിന്നു. കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബാണ്. ഇനി നമുക്ക് അടുത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്കൊന്ന് പോകാം കേട്ടോ. ജനമൈത്രി എന്ന് പേരുള്ള ഒരു ബസ് വരുന്നത് കണ്ടോ. ഇത് ജനങ്ങളുടെ ഗതാഗതത്തിന് വേണ്ടി അവർ തന്നെ മേടിച്ചൊരു വണ്ടിയാണേ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുത്തി ഒലിച്ച് വരുന്ന വെള്ളം കണ്ടോ. ഇടുക്കിയിലെ മഴക്കാലത്ത് ഇത്തരത്തിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. മഴ കഴിയുമ്പോഴത്തേക്കും ആ വെള്ളച്ചാട്ടവും നിൽക്കും. വെള്ളം കുത്തി ഒലിച്ച് വരുന്ന ആ ശബ്ദം കേൾക്കാൻ ഒരു പ്രത്യേക രസമാണേ. കുറേ ദൂരത്തു നിന്നേ സൗണ്ട് കേൾക്കാൻ പറ്റും. റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയൊരു വെള്ളച്ചാട്ടമായിരിക്കുമെന്ന്. പക്ഷെ അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ കാണുന്ന റോഡും മലയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഭാഗത്തിൻ്റെ വീഡിയോ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടേ. ഉടുമ്പൻചോലയിൽ ഉടുമ്പുണ്ടോയെന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ എടുക്കുമ്പോഴും അത്യാവശ്യം മഴയുണ്ടായിരുന്നു കേട്ടോ. ശക്തമായ മഴയല്ല, ചാറ്റൽ മഴ. മഴയത്ത് ഇടുക്കി എത്ര സുന്ദരിയാണെന്നറിയോ. മഴയും തണുപ്പും കാറ്റും ഒക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ നിന്നു പോവും. മഴയില്ലാത്ത സമയത്തെ ദൃശ്യങ്ങൾ കാണണമെങ്കിൽ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയേ. നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. വീഡിയോ എടുത്തപ്പോൾ ഫോണൊക്കെ മുറുക്കെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഫോണൊക്കെ പറത്തിക്കൊണ്ട് പോയേനെ. അമ്മാതിരി കാറ്റടിക്കുന്നത്. മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തൊരു വരിയില്ലേ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ആ കവി മിക്കവാറും ഇവിടെ വന്ന് നിന്നായിരിക്കും പാട്ട് എഴുതിയത്. അന്നേരം ചിലപ്പോൾ പുള്ളിയുടെ പേനയും പേപ്പറും ഒക്കെ പറന്നു പോയിട്ടുണ്ടാവും. അതിൻ്റെ കലിപ്പിലായിരിക്കും പുള്ളി അങ്ങനെ എഴുതിയത്, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇതൊക്കെയാണ് കേട്ടോ ബഡ്ഡീസ യഥാർത്ഥ മഴ ദൃശ്യങ്ങൾ. ഞങ്ങൾ ശരിക്കും നനഞ്ഞു. നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട് കേട്ടോ. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് എടുത്തായതുകൊണ്ടാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഈ ഭാഗം കാണിച്ചിട്ടുണ്ട് കേട്ടോ. മഴ പെയ്ത ഉടനെ ഇവിടെയൊക്കെ കോട കയറി കാഴ്ച മറയും. അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ച, പക്ഷെ അത്ര കഷ്ടപ്പെട്ട് എടുത്തായതുകൊണ്ട് ഇടാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഞാനതങ്ങ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ പ്രാവശ്യം ഒന്ന് ക്ഷമിച്ചേക്കേ. മഴ എന്ന് പറയുന്നത് സന്തോഷം മാത്രമല്ല കേട്ടോ, ചിലർക്ക് സങ്കടത്തിൻ്റേത് കൂടിയാണേ. എല്ലാവർക്കും സന്തോഷം കേൾക്കാനാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ സന്തോഷത്തിൻ്റെ കാര്യം പറയുന്നത്. മറുവശം കൂടി ഉണ്ട്, അതെനിക്കറിയാവേ. മഴയുടെ കാര്യത്തിൽ അതിൻ്റെ സന്തോഷവും സന്താപവും മഴ ആസ്വദിക്കുന്ന ആളുടെ മനോനിലയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ. മഴക്കാഴ്ചകൾ കാണാൻ ഒത്തിരി ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാവരും സ്വന്തം സേഫ്റ്റി നോക്കി മാത്രം ചെയ്യണേ. കാരണം കുറേ ദിവസമായിട്ട് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നുണ്ട്. ഒടുവിൽ ഞങ്ങളുടെ ദയനീയാവസ്ഥ കണ്ടിട്ടാണോ എന്നറിയത്തില്ല, മഴ കുറച്ച് നേരത്തേക്ക് ശാന്തമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളിയിൽ ചാടി. മഴ കുറവാണെങ്കിലും കാറ്റ് ശക്തമായി തന്നെ അടിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ നേരത്തെ മഴ നനഞ്ഞായിരുന്നത് കൊണ്ട് തണുപ്പ് കൂടി വന്നു കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ സാധാരണ തണുപ്പല്ല, നല്ല അരിച്ചു കയറി വരുന്ന ഒരു തരം തണുപ്പുണ്ടല്ലോ. സാഹിത്യകാരന്മാരൊക്കെ പറയത്തില്ല, മണ്ണും മനസ്സും ഒക്കെ കുളിർന്നു എന്ന്. അമ്മാതിരി തണുപ്പ്. സത്യമാട്ടെ, ഈ തണുപ്പടിച്ചാൽ മണ്ണും മനസ്സും മാത്രമല്ല, എവിടെയൊക്കെ കുളിരാവോ അവിടെ എല്ലാം കുളിരും കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും കണ്ടത് കോട മൂടിയ അന്തരീക്ഷമാണേ. അതുകൊണ്ട് തന്നെ ദൂരെ മലനിരകളുടെ ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല. ഇടയ്ക്ക് ചാറ്റൽ മഴ കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ, പ്രത്യേക രസമാണ്. പിന്നൊരു കാറ്റും കൂടെ വീശും. ആ കാറ്റടിക്കുമ്പോൾ ഉണ്ടല്ലോ, മഴത്തുള്ളികൾ നമ്മുടെ മുഖത്തേക്ക് വരും. മണൽ വാരി എറിയുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഓർക്കും വെറും തള്ളായിരിക്കുന്നത്. കാറ്റിൻ്റെ കാര്യം തള്ളല്ല കേട്ടോ, അമ്മാതിരി കാറ്റടിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്ന പരിസരത്ത് പിന്നെ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി നിൽക്കാത്തത്. കാറ്റിൻ്റെ ശക്തി കൊണ്ട് വീഡിയോ എടുക്കാൻ ഫോണൊന്നും നേരെ പിടിക്കാൻ പോലും പറ്റുന്നില്ല. റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ പുല്ല് വളർന്ന് നിൽപ്പുണ്ടേ. കാണാൻ നല്ല രസമാണ്.
ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നും നോക്കിയില്ല, റോഡ് വിട്ട് കുറച്ച് പുല്ലിലൂടെ നടക്കാനങ്ങ് തീരുമാനിച്ചു. തെരുവപ്പുല്ലെന്നാണ് പറയുന്നത് തോന്നി ഈ പുല്ലിന്. മഴ പെയ്ത് കുതിർന്ന് നിൽക്കുന്ന പുല്ലാണല്ലോ, നമ്മൾ കൊണ്ട് കാല് വെക്കുമ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം കൂടെ നമ്മുടെ കാലേ പറ്റും. കാറ്റും കൂടെ അടിക്കുമ്പോൾ ആ പുല്ല് നമ്മുടെ കാലുകളിൽ തലോടുന്നതായിട്ട് തോന്നും. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇതൊക്കെ. ഇതൊന്നും പറഞ്ഞു തന്നാൽ അത്ര കണ്ട് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, അനുഭവിച്ച് തന്നെ അറിയണം. എൻ്റെ പറച്ചിൽ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ മാത്രമേ മഴയും തണുപ്പൊക്കെ കണ്ടിട്ടുള്ളൂന്ന്. അതുകൊണ്ടല്ല ബഡ്ഡീസ്, ഞാൻ അനുഭവിക്കുന്ന ആ ഫീൽ ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. എൻ്റെ രീതി ഇതല്ലേ. ഹൈ റേഞ്ചുകാരനായതുകൊണ്ട് നമ്മൾ ഈ രീതിയിലൊക്കെയാണ് ശീലിച്ചിട്ടുള്ളത്. അത് ആ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളേ. കാറ്റിൻ്റെ സൗണ്ട് കാരണം അത് മ്യൂട്ട് ചെയ്യാതെ വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മാതിരി സൗണ്ടാണ് കാറ്റിന്. അതുകൊണ്ടാണ് കേട്ടോ കാറ്റിൻ്റെ സൗണ്ടൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താതെ. ഞങ്ങൾ ആ പുല്ലിൻ്റെ അകത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടിപൊളിയായിട്ടൊരു മഴ പെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, പറന്നു വന്ന് വണ്ടിയെ കയറി. വണ്ടി എടുത്തോണ്ട് ഈ റോഡിൽ കൂടെ താഴേക്ക് കുറേ ദൂരം പോയേക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. താഴേന്നൊരു ഓട്ടോ കയറി വരുന്ന കണ്ടപ്പം ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയി. ഈ റോഡിൽ കൂടെ മെയിൻ റോഡിൽ പോയി ചാടാൻ പറ്റിയില്ലെങ്കിലും തിരിച്ച് കയറ്റം കയറി വരാമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. എന്നാൽ പോയ വഴി പോട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ വഴിയിൽ കുറച്ചുകൂടെ മുമ്പോട്ടങ്ങ് പോകുന്നു കേട്ടോ. മഴയുടെ ശക്തി കൂടിക്കൊണ്ടേയിരുന്നു. മഴയുടെ കൂടെ കാറ്റും കൂടെ ആയപ്പം ചെറിയ പേടിയൊക്കെ തോന്നി. നല്ല റോഡായിരുന്നു കേട്ടോ, കോൺക്രീറ്റ് വഴിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് തന്നെ അങ്ങ് പോന്നു. അങ്ങനെ ആ മഴയത്ത് ഒരുവിധം ഞങ്ങൾ മെയിൻ റോഡിലെത്തിയേ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുവാണേ. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.